ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ മുന്നിൽ സുധീഷിനോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും സുധീഷിനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുകയൊക്കെയാണ് രാജീവും അരുണും. അതുകൊണ്ട് നിധി ഒരുപാട് സന്തോഷിക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുന്നു, ഈ റൂമിലേക്ക് വന്നിട്ട് എത്ര നാളായി. അങ്ങനെ നിധി ബെഡിലേക്ക് ഇരിക്കുമ്പോൾ നിധി എന്ന് വിളിച്ച് റൂമിലേക്ക് കയറി വരികയാണ് സാന്ദ്ര. അരികിലേക്ക് വന്നിരുന്ന സാന്ദ്ര ചോദിക്കുന്നു, എന്താ നിധി ചെയ്യുന്നത്? അപ്പോൾ നിധി പറയുകയാണ്, ഈ റൂമിലേക്ക് വന്നിട്ട് 3-4 മാസമായില്ലേ, അതാ ഞാൻ ഈ റൂം കണ്ടോണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയായിരുന്നു. സാന്ദ്ര പറയുന്നു, നിധി എവിടെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നടക്കുന്നതെല്ലാം സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ സുധീഷിനെ അച്ഛൻ കണ്ടത്? ഇത് കേട്ട് നിധി പറയുന്നു, അച്ഛൻ എന്തോ ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്നതാ. അച്ഛന്റെ ഫ്രണ്ടിന്റെ ഒപ്പം കാറിൽ കയറിയപ്പോൾ കാർ ഓടിച്ചിരുന്നത് സുധീഷായിരുന്നു. ആദ്യമൊക്കെ അച്ഛൻ സുധീഷിനോട് നല്ല ദേഷ്യത്തിലാ സംസാരിച്ചത്. പക്ഷെ സുധീഷ് നല്ല പക്വതയോടുകൂടി സംസാരിച്ചു. ഞാൻ അച്ഛനെയും ഈ വീട്ടിലുള്ളവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സുധീഷ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം അച്ഛൻ എന്നെ കാണുമെന്ന് തോന്നി വീട്ടിലേക്ക് വന്നു. അച്ഛൻ എല്ലാവരോടും നന്നായി സംസാരിച്ചു. വിശ്വസിക്കാനാകാതെ സാന്ദ്ര ചോദിക്കുന്നു, സത്യമാണോ? നിധി പറയുന്നു, അതെ, എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രാത്രി അവിടെ അച്ഛൻ താമസിച്ചത്. AC ഇല്ലാതെ അച്ഛൻ ഉറങ്ങാറില്ലല്ലോ, അവിടെ AC ഇല്ലാതെയാണ് അച്ഛൻ ഉറങ്ങിയത്. അച്ഛൻ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി ഇരുന്നതാ. അച്ഛൻ അവിടെയുള്ളവരോട് ചോദിച്ചു, എന്റെ മകളെ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചു. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആദ്യം ഞങ്ങൾ വിചാരിച്ചു എന്നെ മാത്രമാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചതെന്ന്. പക്ഷേ സുധീഷിനെ കൂടി കൂട്ടിക്കൊണ്ട് പോട്ടെ എന്നാ അച്ഛൻ ചോദിച്ചത്. സത്യമായിട്ടും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല ഏട്ടത്തി. അച്ഛൻ ഒരുപാട് മാറിപ്പോയി. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, നിധി നീ ഇവിടെ തന്നെ താമസിക്കുക. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുകയാണ്, നീ എന്തിനാ ചിരിക്കുന്നത്? നീ ഇവിടെ തന്നെ ഇനി താമസിച്ചാ മതി. നിധി പറയുന്നു, വേണ്ട ഏട്ടത്തി, ഒരാഴ്ച താമസിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, അതിനെന്താ? ഒരാഴ്ചയിൽ കൂടുതൽ നീ ഇവിടെ താമസിച്ചാൽ അച്ഛൻ എന്തെങ്കിലും പറയുമോ? അങ്ങനെയല്ല ഏട്ടത്തിന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് അച്ഛനിപ്പം നിന്നോട് ഒരു ദേഷ്യമില്ലെന്ന്. അപ്പൊ പിന്നെ നീ എന്തിനാ ഇനി തിരിച്ചു പോകുന്നത്? ഇവിടെ തന്നെ താമസിച്ചാ പോരെ? അപ്പോൾ നിധി ചോദിക്കുകയാണ്, അതെങ്ങനെ ഏട്ടത്തി? ഞാൻ ഇവിടെ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുകയല്ലേ, ഇവിടെ നിന്ന് എങ്ങനെയാ ജോലിക്ക് ട്രൈ ചെയ്യുക? സാന്ദ്ര പറയുന്നു, നിധി ഇനി നീ ഇവിടെ തന്നെ നിന്നാ മതി. ഇപ്പൊ നിനക്കൊരു നല്ല ചാൻസാ കിട്ടിയിരിക്കുന്നത്. നല്ല നേരം നോക്കി അച്ഛനോട് സത്യം പറ. എന്ത് സത്യം എന്താ നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നീ എന്താടി ഇങ്ങനെ ചോദിക്കുന്നത്? നിന്റെ കല്യാണം എങ്ങനെയാ നടന്നെന്നുള്ള സത്യം അച്ഛനോട് തുറന്നു പറ. എത്രയൊക്കെ അച്ഛന്റെ മനസ്സ് മാറി നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവം അച്ഛന്റെ മനസ്സിൽ നിന്നും പോകില്ല. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. വേറെ വഴിയില്ലാതാണ് അന്ന് നീ സുധീഷിനെ കല്യാണം കഴിച്ചത്. ആ കല്യാണം നീ ഒരു കല്യാണമായിട്ട് വിചാരിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ അച്ഛന് നിന്നോടുള്ള ദേഷ്യം വിഷമം എല്ലാം പോകും. എല്ലാം പഴയതുപോലെയാകും. അതൊക്കെ പറയണോ ഏട്ടത്തിന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, പറയണം നിധി. നിധി പറയുകയാണ്, വേണ്ട ഏട്ടത്തി, സത്യം തുറന്നു പറഞ്ഞാൽ സുധീഷിന്റെ കൂടെ അച്ഛൻ എന്നെ പറഞ്ഞു വിടില്ല. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്താ, നല്ല കാര്യമല്ലേ? സുധീഷ് എന്താ നിന്റെ ഹസ്ബൻഡ് ആണോ? എന്തിനി നീ അതുപോലൊരു വീട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടണം? അപ്പോൾ നിധി പറയുകയാണ്, എനിക്ക് ജോലിക്ക് പോണ ഏട്ടത്തി. ഒരുപാട് കമ്പനികളിൽ ഞാൻ ജോലിക്കായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ എനിക്കൊരു ജോലി കിട്ടും. തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂ. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, അതൊന്നും ഒരു വലിയ കാര്യമല്ല നിധി. നീ ആദ്യം സത്യം തുറന്നു പറ. അച്ഛൻ ഉറപ്പായും നിന്നെ മനസ്സിലാക്കും. നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചത്? നിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ അച്ഛനോട് പറ. അച്ഛൻ ഉറപ്പായും നിന്നെ മനസ്സിലാക്കും. ഒന്ന് ആലോചിച്ച് നിധി വേണ്ട ഏട്ടത്തി എന്ന് പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിനക്ക് പറയാൻ വയ്യെങ്കിൽ പറ, ഞാൻ അച്ഛനോട് സത്യം പറയാം. ഇത് കേട്ട് നിധി പറയുകയാണ്, അയ്യോ ഏട്ടത്തി വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇപ്പൊ അച്ഛൻ ഒന്നും അറിയണ്ട. അതെന്താ നിധി എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വേണ്ട ഏട്ടത്തി, ഞാൻ ഇനി തിരുവനന്തപുരത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമാകും. സാന്ദ്ര പറയുകയാണ്, ശരി, നീ തിരുവനന്തപുരത്തേക്ക് പോ. നീ ആഗ്രഹിച്ചതുപോലെ ജോലിയും ചെയ്യും. പക്ഷെ ഇനി നീ ആ വീട്ടിൽ പോയി താമസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറയാന്ന് പറഞ്ഞ് നിന്നെ ഫോഴ്സ് ചെയ്യുന്നത്. എന്താ നിധി ഇത്? ഞാൻ എത്ര സീരിയസ് ആയിട്ടാ പറയുന്നത്? പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ഏട്ടത്തിക്കാണ് ആ വീട് ഇഷ്ടമില്ലാത്തത്. എനിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമാ. അവിടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, നിധി ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ആയതാണ്. നിയമപരമായി നീ സുധീഷിന്റെ ഭാര്യയാണ്. സുധീഷിന്റെ ഒപ്പം സുധീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കാനാണോ നിന്റെ തീരുമാനം? അപ്പോൾ നിധി പറയുകയാണ്, ഏട്ടത്തി, സുധീഷ് മാത്രമല്ല ആ വീട്ടിലുള്ളത്. സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യാതെ എനിക്ക് അവിടുന്ന് വരാൻ പറ്റില്ല. സാന്ദ്ര ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്താണോ? ആ വീടിന് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് വേണ്ടി നീ എന്ത് നല്ലത് ചെയ്യാൻ പോവുകയാണെന്നാ പറയുന്നത്? പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ഏട്ടത്തി, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം പ്ലീസ്, ഈ ടോപ്പിക്ക് വേണ്ട. സാന്ദ്ര ചോദിക്കുന്നു, നിധി നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അപ്പോൾ നിധി പറയുകയാണ്, ഏട്ടത്തി, ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകും. സുധീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കും. അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോകും. ഇതിൽ ഒരു മാറ്റവും ഇല്ല. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, ഏട്ടത്തി അവിടെ 1 മണിക്കൂർ നേരമാണ് ഇരുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ
4 മാസമായിട്ട് അവിടെ താമസിക്കുക. സുഭാഷ് ചേട്ടനെ എന്റെ സ്വന്തം ചേട്ടനായിട്ടാണ് ഞാൻ കാണുന്നത്. നികേഷിനെ എന്റെ കുഞ്ഞനിയനായിട്ടും. അവരും എന്നെ അതേപോലെ തന്നെയാ കാണുന്നത്. ഞാൻ എന്തായാലും ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഏട്ടത്തിയോട് എല്ലാം പറയാം. ഇത് കേട്ട് സാന്ദ്ര പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. തുടർന്ന് ആലോചിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന സുധീഷ് ഫോൺ എടുത്ത് ഹരീഷിനെ വിളിക്കുകയാണ്. നീതുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഹരീഷ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നു, ഓഹ് സുധീഷ് ഏട്ടനായിരുന്നോ? അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുകയാണ്, എന്താ സുധീഷ് ഏട്ടാ, സുഖാണോ? കുഴപ്പമില്ലടാ, അവിടെ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെന്തൊരു ചോദ്യം സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തു പോകുമ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത്. അവിടെ എന്താ ചിക്കനാണോ മട്ടനാണോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനല്ലേ അമ്മായിച്ചന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയിരിക്കുന്നത്, അപ്പം സുധീഷ് ഏട്ടനല്ലേ പറയേണ്ടത് അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നീ ചുമ്മാതിരിക്കടാ, ഇവര് വിരുന്നിന് വിളിച്ചോണ്ട് വന്നതാണോ അതോ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് വിളിച്ചോണ്ട് വന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേടാ, നിധിയുടെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ചാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇല്ലടാ, പക്ഷേ നിധിയുടെ അച്ഛന്റെയും ചേട്ടന്റെയും പെരുമാറ്റം എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നിധി അടുത്തുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹം കാണിക്കുക, അല്ലാത്തപ്പോ ഒരുമാതിരി ആക്കിയ സംസാരമൊക്കെയാ. ചിലപ്പോഴൊക്കെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണെന്ന് പറയാം. പക്ഷെ അവള് വരുമ്പോൾ എന്തൊരു അഭിനയാണെന്നറിയുമോ? പാവം നിധി ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം സത്യമാണെന്നാണ് അവളുടെ വിചാരം. പക്ഷെ എനിക്കറിയാലോ ഇവിടെ ഒന്നും ശരിയാകില്ലെന്ന്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അത്രേ ഉള്ളോ? ഞാൻ ഓർത്തു സുധീഷ് ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി അവര് ടോർച്ചർ ചെയ്യുകയാണെന്ന്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? എന്നെ അവര് കെട്ടിയിട്ട് അടിക്കണോ? ഇതുവരെ അത്രയൊന്നും ആയിട്ടില്ല. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, പിന്നെന്താ, അത് വിട്ടേര്. എന്നാലും എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം, സൂക്ഷിക്കണം. എല്ലാവരുടെ ഒപ്പം ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം, തനിച്ചിരുന്നും ഭക്ഷണം കഴിക്കരുത്. അവര് വല്ല വിഷമം ചേർത്ത് തന്നാലോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നീ എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ പേടിപ്പിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നു, സുധീഷ് ചേട്ടൻ അവരെ സംശയമില്ലേ, അപ്പൊ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരിയാ, ഇയാളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നെ നിധിയെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് സുധീഷ് പറയുകയാണ്, ശരി, എന്റെ കാര്യം വിട്, അവിടെയൊക്കെ എങ്ങനെയുണ്ട്? നീ കടയിൽ പോയായിരുന്നു? നീതുവില്ലേ സർവീസിന് തന്ന വണ്ടി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ അവള് നന്നായി സംസാരിക്കുന്നൊന്നുമില്ല, വെറുതെ വഴക്കുണ്ടാക്കുക. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളുടെ പിണക്കമൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, അപ്പോ പ്രണയം തുടങ്ങിയെന്ന് പറഞ്ഞാ മതി. പ്രണയമാണോന്നൊന്നും എനിക്കറിയില്ലാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നീതു നിന്റെ കടയിൽ വന്നിരിക്കുന്നുണ്ടെന്ന് പറയുന്നു, നിനക്ക് അവളോട് ഒരടുപ്പമുണ്ടെന്നും പറയുന്നു. അപ്പൊ ഇതിന്റെ പേര് പ്രണയം എന്നല്ലാതെ പിന്നെ എന്താ? സുധീഷ് എന്തേ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ പ്രണയം ഉണ്ടെങ്കിൽ പ്രണയം ഉണ്ടെന്നങ്ങ് തുറന്നു പറയടാ, ചുമ്മാതെ ഉരുണ്ട് കളിക്കാതെ. ഹരീഷ് പറയുന്നു, ഞങ്ങളങ്ങനെ ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അടുത്ത ദിവസം അവള് വരുമോ, എപ്പോ വരും, അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുവാ. സുധീഷ് പറയുകയാണ്, ഇപ്പൊ നീ തനിച്ചേ ഉള്ളൂ അല്ലേ? തനിച്ച് നിന്ന് നീതുവിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇന്ന് നടന്നതെല്ലാം മനസ്സിൽ ചിന്തിച്ച് നാളെ ഇനി നടക്കാൻ പോകുന്നതെല്ലാം സങ്കല്പിച്ചു കൂട്ടുകയാണെന്ന് തോന്നുന്നു. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുകയാണ്, സുധീഷ് എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? സുധീഷ് പറയുന്നു, നിന്റെ പ്രണയം നശിച്ചു പോട്ടടാ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് എന്തീ പറയുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, അടുത്ത നിമിഷം ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്റെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും നീ അവിടെ പ്രണയിച്ചോണ്ട് നിൽക്കുന്നു. നന്നാവില്ലടാ, നിന്റെ പ്രണയം ഒരിക്കലും നന്നാകില്ലടാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ശാപിച്ചതല്ലേ, അപ്പൊ ഉറപ്പായിട്ടും എന്റെ പ്രണയം നന്നായി വരും. ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി ചോദിക്കുന്നു, സുധീഷ് ആരാ ഫോണില്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, നിധി നമ്മുടെ ഹരീഷിനോട് സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, ഹരീഷാണോ? ഫോണിങ്ങിതാ. നിധിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. സന്തോഷത്തോടു കൂടി നിധി ചോദിക്കുന്നു, ഹരീഷ് സുഖമാണോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഖം ഏട്ടത്തി. ഏട്ടത്തിക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. വീട്ടില് വേറെ ആരും ഇല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഹരീഷ് അകത്തേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് സുഭാഷിന്റെയും നികേഷിന്റെയും അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തെയാ വിളിക്കുന്നത്. സന്തോഷത്തോടു കൂടി ഫോൺ വാങ്ങിച്ച് സുഭാഷ് നിധി മോളെ എന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടാ സുഖമാണോ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോളെ, മോക്ക് സുഖമാണോ? ഇത് കേട്ട് നിധി പറയുകയാണ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ഏട്ടാ, ഒരു മിനിറ്റ് ഞാൻ വീഡിയോ കോൾ വരാം. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നികേഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോ, അതിനു മുമ്പേ ഫോൺ കട്ട് ചെയ്തോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ നികേഷ്, നിധി വീഡിയോ കോൾ വരാന്നാ പറഞ്ഞത്. വീഡിയോ കോൾ ചെയ്യുന്ന പറഞ്ഞ് നിധി ഫോൺ സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് നിധിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് സുധീഷ്. സുഭാഷ് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്ക് സുഖമാണോ? പുഞ്ചിരിച്ച് സുഖമാണെന്ന് പറഞ്ഞ് നിധി ചോദിക്കുകയാണ്, നികേഷ് നിനക്ക് സുഖമാണോടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെ സുധീഷ് ഇല്ലേ അരികിൽ? നിധിയുടെ പിന്നിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് അവിടെ ചെന്ന ഉടനെ ഞങ്ങളെ എല്ലാവരെയും മറന്നതുപോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചോ? നിധി പറയുകയാണ്, കഴിച്ചു സുഭാഷ് ഏട്ടാ, നിങ്ങൾ എല്ലാവരും കഴിച്ചോ? കഴിക്കാൻ തുടങ്ങുകയാണെന്ന് അവർ പറയുമ്പോൾ നിധി ചോദിക്കുന്നു, നികേഷ് പരീക്ഷയ്ക്കെല്ലാം
എല്ലാം പഠിച്ചോ? കോളേജൊക്കെ എങ്ങനെയുണ്ട്? നികേഷ് പറയുകയാണ് കോളേജൊക്കെ നന്നായി പോകുന്നു. ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമമേ ഉള്ളു എനിക്ക്. ഇത് കേട്ട് നിധിയുടെ മുഖം വാടുമ്പോൾ സുഭാഷ് പറയുകയാണ് എടാ ഇപ്പം നിധി അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. 4-5 ദിവസം കഴിയുമ്പോൾ നിധി ഇങ്ങി വരും. അപ്പോൾ നിധി പറയുകയാണ് ഒരു 4 ദിവസം നീ ഒന്ന് ക്ഷമിക്കും നികേഷേ, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടി വരാം. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു ശരി മോളെ, നമുക്കിനി നാളെ സംസാരിക്കാം, ഒരുപാട് ലേറ്റ് ആകുന്നു. നികേഷ് പറയുകയാണ് ഏട്ടത്തി നാളെ മറക്കാതെ വിളിക്കണേ. ശരി ബൈ നികേഷ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കോള് കട്ട് ചെയ്യുകയാണ് നിധി. തുടർന്ന് നിധി ചോദിക്കുന്നു സുധീഷ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് എന്തെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ എന്നോട് പറയണം. ശരി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് എല്ലാവരും സുധീഷിനോട് നന്നായല്ലേ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ? അതേന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് പിന്നെ ഉറങ്ങാൻ സമയമാകുമ്പോൾ സുധീഷ് എന്റെ റൂമിലേക്ക് വന്നാൽ മതി, അവിടെ ഉറങ്ങാം. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു നിധിയുടെ റൂമിലോ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് അയ്യോ വേണ്ട നിധി, അത് ശരിയാകില്ല. ഇത് കേട്ട് നിധി പറയുകയാണ് സുധീഷ് അവിടെ വന്ന് കിടന്നില്ലെങ്കിലാണ് ശരിയാകാത്തത്. സുധീഷ് പുറത്തു കിടന്നാൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും? അതുകൊണ്ട് സുധീഷ് എന്റെ റൂമിൽ വന്ന് കിടന്നാൽ മതി. എന്റെ റൂമിൽ നല്ല സ്ഥലമുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല. നിധിക്കിതൊരു ബുദ്ധിമുട്ടാകില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് സാരമില്ല, സുധീഷ് വന്നാൽ മതി. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി തുള്ളി ചാടുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്